പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് എനിക്ക് നിങ്ങളോട് കൈമാറാൻ ഇന്ന് പകൽ നൽകി തന്ന ഒരു ചിന്ത ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വേദഭാഗമാണ്. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പരിചിതമുള്ള ഒരു തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ഹന്നയുടെയും ശമൂവേൽ പ്രവാചകൻ്റെയും എൽക്കാനയുടെയും ഏലി പുരോഹിതൻ്റെയും ഒക്കെ ചരിത്രങ്ങൾ നാം പഠിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ വളരെ ഉത്സാഹത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നൊരു വിഷയമുണ്ട്. നമ്മളുടെ പ്രാർത്ഥനകളെ നിരസിക്കാത്ത ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും പ്രാർത്ഥിച്ചനന്തരം നാം ക്ഷീണിച്ചു പോകാറുണ്ട്. എന്താണ് അതിൻ്റെ മറുപടി ലഭിക്കാത്തത് കൊണ്ടും പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി നാം ഇച്ഛിക്കുന്നത് പോലെ ലഭിക്കാത്തത് കൊണ്ടും നാം വളരെ ക്ഷീണിച്ചു പോകാറുണ്ട്. എന്നാൽ ഇന്ന് എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുന്നു. എങ്ങനെയുള്ള പ്രാർത്ഥനയാണ് ദൈവം നിരസിക്കാത്തത്? എങ്ങനെയുള്ള പ്രാർത്ഥനയാണ് ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നത്? ശമൂവേലിൻ്റെ പുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നു. 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിച്ച വേദഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. കർത്താവിന് സ്തോത്രം. വിവിധ തരത്തിലുള്ള ഭാരങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം അനുഭവിക്കുന്നവരാണ്. നമുക്ക് ഭാരമുണ്ട്. വിഷയങ്ങളെക്കുറിച്ച്, രോഗങ്ങളെക്കുറിച്ച്, കടങ്ങളെക്കുറിച്ച്, നാളെയെക്കുറിച്ചുള്ള വേദനകൾ നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ആ വിഷയങ്ങൾ ചിന്തിച്ചിരുന്നാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഹന്നയുടെ ഇവിടുത്തെ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. അവൾ ആലയത്തിൻ്റെ അകത്തു ചെന്ന് നിന്നുകൊണ്ട് മറ്റെല്ലാ വിഷയങ്ങളും അവൾ മറക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവളെ വീടിനകത്ത് അവൾക്ക് പീഡനമുണ്ട്. പെനീന അവളെ ദിനം പ്രതി വേദനിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം ഉള്ളിലുള്ളപ്പോൾ തന്നെ ആലയത്തിനകത്ത് ഹന്ന ഏറി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ആ 11-ാമത്തെ വേദഭാഗം അവൾ പ്രാർത്ഥിച്ചത് മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു. അതേ ഹന്നയുടെ പ്രാർത്ഥന മനുഷ്യരാരും കേൾക്കാനല്ല, സർവശക്തിയുള്ള ദൈവം കേൾക്കാൻ മനോവ്യസനത്തോടെ യഹോവയോട് അവൾ പ്രാർത്ഥിക്കുകയാണ്. അവൾ പ്രാർത്ഥിച്ചതു മാത്രമല്ല, പ്രാർത്ഥിച്ച് അവൾക്ക് കിട്ടുന്ന മറുപടി അവൾ ആഗ്രഹിക്കുന്ന വണ്ണമാണെങ്കിൽ അത് എന്തു ചെയ്യുമെന്നുള്ള ഒരു തീരുമാനവും എടുക്കുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്തു. അതാണ് 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവ അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. അവളുടെ പ്രാർത്ഥന മാത്രമല്ല, അവളുടെ തീരുമാനത്തിലും ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം നിരന്തരം പ്രാർത്ഥിക്കാറുണ്ട്. വിഷയങ്ങളുടെ മറുപടിക്കെന്നവണ്ണം നാം കരയാറുണ്ട്, ഉപവസിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറട്ടെ. തീരുമാനമെടുത്തുള്ള പ്രാർത്ഥനകൾ വെളിപ്പെടാമെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയെ നിരസിക്കത്തില്ല. അതേ ഹന്നയുടെ തീരുമാനം, പെനീനയുടെ മുൻപിൽ എനിക്ക് ആളാകണമെന്നുള്ള തീരുമാനമല്ല. പെനീന എന്നെ ദിനം പ്രതി വേദനിപ്പിക്കുന്നത് കൊണ്ട്, മുൾമുനയുള്ള വാക്കുകൾ കൊണ്ട് എന്നെ വേദനിപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് മക്കളെ തരണം, അല്ലെ മകനെ തരണമെന്നുള്ള പ്രാർത്ഥനയല്ല. അതൊരു സൈഡിൽ നിൽക്കുമ്പോഴും തൻ്റെ പ്രാർത്ഥനയുടെ ആത്യന്തികമായ ഉദ്ദേശമെന്ന് പറയുന്നത്, അതേ ആ 1-ാം അധ്യായം താഴോട്ട് വായിച്ചു വരുമ്പോൾ ഹൊഫ്നിയും ഫിനെഹാസും ചെയ്യുന്ന നീച പ്രവർത്തികൾ കാണുമ്പോൾ ദൈവത്തിൻ്റെ
ആലയത്തിനകത്തു നിൽക്കാൻ, വിശുദ്ധ മന്ദിരത്തിനകത്തു നിൽക്കാൻ ഒരു പുരുഷ പ്രജയെ ആ നാട്ടിലില്ലാതിരുന്നപ്പോൾ ഹന്നയ്ക്ക് മനസ്സിലായി, അതേ നീചപ്രവർത്തികൾ കൊണ്ട്, അഴിമതികൾ കൊണ്ട് നിൽക്കുമ്പോൾ എനിക്കൊരു പുരുഷ പ്രജയുണ്ടായാൽ, മറ്റുള്ളവരെ കാണിക്കാനല്ല, എനിക്കൊരു പുരുഷ പ്രജയുണ്ടായാൽ അത് യഹോവയ്ക്ക് ജീവപര്യന്തം കൊടുക്കുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു, പല വിഷയങ്ങളുടെ വേദനകൾ നമ്മെ ക്ഷീണിപ്പിക്കാറുണ്ട്, വേദനിപ്പിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നാം ഒരു തീരുമാനമെടുക്കണം. കർത്താവേ, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയിൽ ഞാൻ ഇന്ന വിഷയങ്ങൾ തീരുമാനമെടുക്കുകയാണ്. വേഗത്തിൽ ചില മറുപടികൾ നമ്മുടെ കുടുംബങ്ങൾക്കകത്ത്, നാം ആയിരിക്കുന്ന നമ്മുടെ വ്യക്തിപരമായ ലൈഫിനകത്ത് വെളിപ്പെടുവാനിടയായി തീരും. നേരുക മാത്രമല്ല, നിവർത്തിക്കാനും നാം ബാധ്യസ്ഥരാണ്, കടമപ്പെട്ടവരാണ്. കർത്താവിന് മഹത്വം കൊടുക്കുന്നു. അതെ, അവൾ സങ്കടത്തോടെ പ്രാർത്ഥിക്കുകയാണ്, അവൾ മനോവ്യസനത്തോടെ പ്രാർത്ഥിക്കുകയാണ്. അവിടെ പ്രാർത്ഥന ഇങ്ങനെയാണ്: അടിയനെ ഓർക്കണം, അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ. അവൾ കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ ഒരു തീരുമാനത്തോടെ ആലയത്തിനകത്ത് ദൈവവുമായി വിഷയങ്ങളെ കൈമാറുമ്പോൾ ദൈവം തീരുമാനമെടുക്കുകയാണ്. അതിൻ്റെ താഴോട്ടുള്ള വാക്യത്തിൽ 10:21 മുതൽ 19 മുതൽ താഴോട്ടുള്ള വാക്യത്തിൽ അവൾക്ക് കിട്ടുന്ന മറുപടിയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ ആലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പോലും അവൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയും ചുണ്ടനക്കുകയും ചെയ്യുമ്പോഴൊക്കെ പുരോഹിതൻ പറഞ്ഞു, വീഞ്ഞു കുടിച്ചിട്ടിരിക്കുകയാണ്, നീ വീഞ്ഞിറങ്ങിയിട്ട് വരാനൊക്കെ പറയുമ്പോഴും മനോവ്യസനത്തോടെ, കണ്ണുനീരോടെ, ആമേൻ ഹൃദയത്തിൽ ആമേൻ വേദനയോടെ താൻ പ്രാർത്ഥിക്കുകയാണ്. ഒന്ന്, വിശുദ്ധ മന്ദിരത്തിനകത്ത് ഹോഫ്നിയും ഫിനെഹാസിൻ്റെയും നീചപ്രവർത്തികൾക്ക് ഒരു വിരാമം കുറിക്കാൻ എനിക്കൊരു പുരുഷ പ്രജയെ തരണമെന്ന് അവിടെ ആവശ്യകതയാണ്. ദൈവരാജ്യത്തിനു വേണ്ടിയും ദൈവനാമത്തിനു വേണ്ടിയും ഫസ്റ്റ് പ്രയോറിറ്റി നാം കൊടുക്കുമ്പോൾ നിശ്ചയമായി നമ്മുടെ വിഷയത്തിനകത്ത് നീക്കുപോക്കുകൾ നൽകുവാനിടയായി തീരും. എൻ്റെ സന്ദേശം ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ആത്മാർത്ഥതയോടെ ഞാൻ കൈമാറട്ടെ. നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ നിരസിക്കാതെ ഇരിക്കണമെങ്കിൽ മനോവ്യസനത്തോടെ പ്രാർത്ഥിക്കുവാൻ, തീരുമാനമെടുത്തുള്ള പ്രാർത്ഥിക്കുവാൻ, തീരുമാനമെടുക്കുന്നത് നിവർത്തിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. നിവർത്തിക്കുന്നു എങ്കിൽ നമ്മുടെ മനസ്സിലാക്കി നമ്മുടെ പ്രാർത്ഥനകൾക്ക്, നമ്മുടെ പ്രാർത്ഥനാ റൂമുകളിൽ മറുപടികൾ തന്ന് നമ്മെ ആദരിക്കുവാനിടയായി തീരും. ഇന്നു പകൽ വേദനയോടെ, ഭാരത്തോടെ, വിവിധ തരത്തിലുള്ള വിഷമങ്ങൾ, ഭാരങ്ങൾ അനുഭവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങൾ ഏതു വിഷയത്തിലാണ് വേദന അനുഭവിക്കുന്നത്, നിങ്ങൾ ഏതു വിഷയത്തിനകത്താണ് ഭാരത്തോടെ ഇരിക്കുന്നത്, ആ വിഷയത്തെ ദൈവസന്നിധിയിലേക്ക് ഇറക്കി വെച്ച് മനോവ്യസനത്തോടെ അതേ തീരുമാനമെടുത്ത് ആ വിഷയത്തെ വിരൽ ചൂണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവത്തിൻ്റെ മറുപടി വരും മണിക്കൂറുകളിൽ നമ്മുടെ വിഷയത്തിനകത്ത് ചലിക്കും. അങ്ങനെയാണെങ്കിൽ ഹന്നയ്ക്ക് മറുപടി കൊടുത്ത ദൈവം, ഹന്നയുടെ പ്രാർത്ഥനയെ നിരസിക്കാത്ത ദൈവം ഇന്നു പകൽ നമ്മുടെ പ്രാർത്ഥനയും നിരസിക്കാതെ മറുപടികൾ നൽകി തരുവാനിടയായിരിക്കും തരും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.